മരണത്തിൻ്റെ സമയത്തെങ്കിലും നമുക്ക് മാന്യമായിട്ട് ഇടപെട്ടുകൂടെ? ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അവരുടെ വിഷലിപ്തമായ മാനസികാവസ്ഥയിലായിരിക്കും അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ പൊതുവായ ഒരു രീതിയല്ല. പൊതുസമൂഹം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നോ രണ്ടോ തിന്മ ചെയ്യുന്നവർ അത് ഏത് കൂട്ടത്തിലും ഉണ്ടാകാം. നമ്മൾ ചില മനുഷ്യരുടെ തിന്മകളെ കണ്ടിട്ട് മനുഷ്യരെല്ലാം അങ്ങനെയാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അന്ന് തന്നെ എത്രയോ ആളുകൾ അവിടെ വന്ന് സഹതാപം പ്രകടിപ്പിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം, ഈ ഷോക്കടിച്ച് മരിച്ച വൈദികൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ആ രാത്രി മുഴുവൻ ഉറക്കളിച്ച് കാസർഗോഡ് ആശുപത്രിയിൽ നിന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അന്ന് അവിടെ വരികയും സഹകരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹകരിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴേ സമീപ പ്രദേശം മുസ്ലിം സഹോദരങ്ങൾ അവിടെ വന്നു, ഹൈന്ദവ സഹോദരങ്ങൾ വന്നു, ക്രിസ്ത്യാനികൾ വന്നു, അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള പ്രമുഖർ വന്നു. MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ വന്നു, അതുപോലെ MLA വന്നു, അവരൊക്കെ വന്നു. അവരാർക്കൊന്നും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ചില വിഷലിപ്തമായ ദുർമനസ്സുകളുടെ വ്യാഖ്യാനമായിരിക്കും അത്. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റുകയില്ല. അതെവിടെയുമുണ്ട്. ഏത് മരണത്തിന് പിന്നിലും അങ്ങനത്തെ ആളുകളുണ്ട്. ചില TV ചാനലുകൾ, സ്വന്തമായിട്ട് ചാനലുകൾ നടത്തുന്നവർ വൈദികരുടെ ഒരു അപജയം കണ്ടു കഴിഞ്ഞാൽ അതാണ് ലോകം മുഴുവൻ എന്ന് പറയുന്നവരുണ്ട്. എത്രയോ നന്മ ചെയ്യുന്ന വൈദികരുണ്ട്, എത്രയോ മാതൃകാപരമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ നന്മ കാണാതെ തിന്മ കാണുന്നവർക്ക് അത് എപ്പോഴും അവരുടെ സ്വഭാവത്തിൻ്റെ ഇതാണ്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എനിക്കതേ പറയാനുള്ളൂ.